ഹലോ ഗൈസ്, കുറേ കാലമായി നിങ്ങൾക്ക് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ഒന്ന് നോക്കാം. യെസ് ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് കോഡിങ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കോഡിങ് ചെയ്യാനുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെറൈറ്റിയാണ്. നമ്മൾ എല്ലാ ദിവസവും വരുന്ന പോലെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞാൽ രസമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് പ്രോഗ്രാമിംഗ്, എങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്യേണ്ടത്, പിന്നെ ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത് നോക്കാം. ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ആർഡിനോ ഒക്കെ സാധാരണ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ആർഡിനോ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ്. ഈ ആർഡിനോ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആർഡിനോ യൂനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാം, ആർഡിനോ നാനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാം. അങ്ങനെ ഒട്ടുമിക്ക ബോർഡുകളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസൊക്കെ ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കോഡുകൾ ചെയ്യേണ്ടത് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ കാര്യം ജസ്റ്റ് സാമ്പിളൊക്കെ ആയിട്ട് കുറച്ച് സംഭവം എടുത്തിടുന്നിട്ടുണ്ട്. കണ്ടാ, ഒരു അൾട്രാസോണിക് സെൻസർ, ഒരു ആർഡിനോ യൂനോ ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാനും വേണ്ടിയാണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം 2 സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. അതാണ് വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താണെന്നുണ്ടെങ്കിൽ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താണെന്നുണ്ടെങ്കിലും അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ വോയിഡ് സെറ്റപ്പ് ചെയ്തും വോയിഡ് ലൂപ്പ് ചെയ്തു. ഈ വോയിഡ് സെറ്റപ്പ് എന്താ, വോയിഡ് ലൂപ്പ് എന്താ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. വല്ലതും മനസ്സിലായോ? എവിടെ മനസ്സിലാവണല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ വേർഡ് സെറ്റപ്പിനകത്ത് നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഹലോ ഗായ്സ്, അത് ആ ഒരു ഒറ്റ പ്രാവശ്യമോടെ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ വേർഡ് ലൂപ്പിനെ എടുത്ത് നോക്കുന്ന സമയത്ത് വേർഡ് ലൂപ്പിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ് എന്നാണ് ഇങ്ങനെ വന്നില്ലേനോ, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വേർഡ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. വേർഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എക്സാമ്പിളൊക്കെ വെച്ച് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വേർഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ വേർഡ് ലൂപ്പിൽ ചെയ്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, അതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ് പറഞ്ഞാൽ ലൂപ്പിലിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതായത് എക്സാമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് വേർഡ് സെറ്റപ്പ് എന്താ, വേർഡ് ലൂപ്പ് എന്താ, ജസ്റ്റ് എക്സാമ്പിൾ വെച്ചാണ് കാണിച്ചു തന്നെ. വേർഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നേരത്തെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞല്ലേ, അതേപോലെ ആയിരിക്കും. ഒറ്റ പ്രാവശ്യം അവിടെ എന്ത് കോഡ് അതിൻ്റെ അകത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ വേർഡ് ലൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴാണോ നിർത്താൻ പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേർഡ് സെറ്റപ്പും വേർഡ് ലൂപ്പും മനസ്സിലായി. ഇനി വേണമെങ്കിൽ ഫോട്ടോയുടെ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതാണ് ജസ്റ്റ് നമ്മൾ എഴുതുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് വേർഡ് സെറ്റപ്പ്, വേർഡ് ലൂപ്പ് അങ്ങനെ സാധാരണ എഴുതുക. ഇനി നമുക്ക് ഈ വേർഡ് സെറ്റപ്പിനകത്ത് എന്താ എഴുതുക, പിന്നെ വേർഡ് ലൂപ്പിനകത്ത് എന്താ എഴുതുക എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ ചെയ്യണം പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു LED ബൾബ് ഉണ്ട്. ഈ LED ബൾബ് നമുക്ക് ഒരു 13ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യണം. 13ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗ്രൗണ്ട് സാധാരണ ആർഡിനോയുടെ ഗ്രൗണ്ടിലോട്ട് കൊടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് 13ാമത്തെ പിന്നെ ആദ്യം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്ത് വെക്കണം. 13ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാനും വേണ്ടിയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർഡ് സെറ്റപ്പിനകത്താണ് കൊടുക്കുക. അപ്പോൾ ഈ വേർഡ് സെറ്റപ്പിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യാം, ഈ LED ബൾബിൻ്റെ ഒരു പേര് വെച്ചുകൊണ്ട് ആദ്യം ഡിഫൈൻ ചെയ്യുക. ഈ ഡിഫൈൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ പേര് വെച്ചാൽ നമുക്ക് പിന്നെ വിളിച്ചാൽ മതി. അതൊക്കെ പിന്നെ വേരിയബിൾ എന്താ, അറേ എന്താ, ലൂപ്പ് എന്താ, ഫംഗ്ഷൻ എന്താ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് വേർഡ് സെറ്റപ്പ് എന്താ, വേർഡ് ലൂപ്പ് എന്താ, പിന്നെ വേർഡ് സെറ്റപ്പിനകത്ത് എന്താ എഴുതുക, വേർഡ് ലൂപ്പിനകത്ത് എന്താ എഴുതുക എന്നുള്ള ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് തരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. നാളെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കോഡുകൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല വെറുതെ നേരെ പോയാണ് മൊബൈൽ ഫോൺ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ ബേസിക്കുള്ള കാര്യം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കോഡിങ് അറിയാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേർഡ് സെറ്റപ്പും വേർഡ് ലൂപ്പ് മനസ്സിലായി. നമുക്ക് നമ്മുടെ ആർഡിനോൻ്റെ 13ാമത്തെ പിന്നിലോട്ട് ഒരു LED കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോ. ഈ ആർഡിനോ ബോർഡിൻ്റെ 13ാമത്തെ പിന്നിലോട്ട് ഒരു LED ബൾബ് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർഡ് സെറ്റപ്പിനകത്ത് എഴുതുക. ഈ വേർഡ് സെറ്റപ്പിനകത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ആർഡിനോ ബോർഡിലോട്ട് മനസ്സിലാവും ഇതൊരു സംഭവം 13ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അതിലോട്ട് ഒരു പവർ കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കോഡിങ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അൾട്രാസോണിക് സെൻസർ ഉണ്ട്. ഓക്കെ, ഈ അൾട്രാസോണിക് സെൻസറിന് നമുക്ക് ആർഡിനോ ബോർഡിലോട്ട് കണക്ട് ചെയ്യണം.
അപ്പോൾ ഈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. VCC ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ VCC ഗ്രൗണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. VCC എന്താ വെച്ചാൽ പോസിറ്റീവ്, ഗ്രൗണ്ട് എന്താ വെച്ചാൽ നെഗറ്റീവ്. പിന്നെയുള്ള 2 പിന്നുണ്ടല്ലോ, അതായത് എക്കോ പിന്നും ട്രിഗർ പിന്നും. ഓക്കെ, ഈ ട്രിഗർ പിന്നും എക്കോ പിന്നും നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു എന്തുണ്ടല്ലോ, ആർഡിനോ ബോർഡോട്ട് കണക്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് വോയിഡ് സെറ്റപ്പിനകത്ത് സെറ്റാക്കാൻ പറ്റും. ഈ ട്രിഗർ പിന്നും എക്കോ പിന്നും നമുക്ക് ആർഡിനോ ബോർഡോട്ട് കോഡുകൾ ചെയ്യുന്ന സമയത്ത് വോയിഡ് സെറ്റപ്പിനകത്ത് എഴുതി വെക്കാൻ പറ്റും. നമുക്ക് ഈ ട്രിഗർ പിന്നും എക്കോ പിന്നും ഈ പിന്നിലോട്ട് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ആദ്യം എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും ആ കോഡ് വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ വോയിഡ് സെറ്റപ്പിനകത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യാനാണ് ഔട്ട്പുട്ട് ചെയ്യാനാണെന്ന് കാര്യങ്ങൾക്ക് ആർഡിനോക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ വോയിഡ് സെറ്റപ്പിനും വോയിഡ് ലൂപ്പിനും ജസ്റ്റ് ഒന്നുകൂടെ ഇതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വോയിഡ് സെറ്റപ്പിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഇൻപുട്ട് ചെയ്യാൻ ഔട്ട്പുട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വോയിഡ് സെറ്റപ്പിനകത്ത് എഴുതാൻ പറ്റും. പിന്നെ അത് മാത്രമേ ഈ വോയിഡ് സെറ്റപ്പിൽ എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡ് നമ്മൾ വോയിഡ് സെറ്റപ്പിനകത്ത് എഴുതി. ആ LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്ന കാര്യം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കൊരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡ് നമ്മൾ വോയിഡ് സെറ്റപ്പിനകത്ത് എഴുതി കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താ ഉണ്ടാവുക, ആദ്യം ഒന്ന് കത്തും, പിന്നെ ഒന്ന് ഓഫാവും, അത്ര ഉണ്ടാവുള്ളൂ, പിന്നെ വർക്ക് ചെയ്യില്ല. നമ്മൾ നേരത്തെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ പോലെ ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ വോയിഡ് ലൂപ്പിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ LED ബൾബിന് ഒരു പേരൊക്കെ ഇട്ടുകൊണ്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആയിരിക്കണം, പിന്നെ കുറഞ്ഞ സമയത്ത് വെയിറ്റ് ചെയ്യണം, ഡിലേ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് കുറച്ചുകൂടി പറഞ്ഞു. അപ്പോൾ ഈ ഡിലേ ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു കോഡ് എഴുതി. നമുക്കൊരു LED ബൾബ് ഒരു സെക്കൻഡ് ഓൺ ആയിരിക്കണം, ഒരു സെക്കൻഡ് ഓഫ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ കോഡ് എഴുതി. ഈ കോഡ് നമുക്കിനി വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, വോയിഡ് ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വോയിഡ് സെറ്റപ്പിൽ ചെയ്തപ്പോൾ എന്താണ്ടായത്, അത് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്നാൽ വോയിഡ് ലൂപ്പിൽ എഴുതുന്ന സമയത്ത് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും സംഭവം ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിജിറ്റൽ റൈറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാനായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു പിന്ന് മോഡ്, ഇപ്പോൾ ഒരു പിന്നിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്ന് കൊടുക്കും. പിന്നെ ഹൈയും ലോയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഹൈ എന്നുള്ളതും എന്താ ലോ എന്നുള്ളതും. ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ ആയിരിക്കും കേട്ടോ, ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും മനസ്സിലായി, പിന്നെ ഹൈയും ലോയും മനസ്സിലായി, പിന്നെ വോയിഡ് സെറ്റപ്പിൽ ഇത് ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ എന്ന് മനസ്സിലായി, വോയിഡ് ലൂപ്പിലാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വോയിഡ് സെറ്റപ്പ് എന്താ, വോയിഡ് ലൂപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ വീഡിയോ, ഇന്നലെ ചെയ്യുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്കൊരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള കോഡ് കാണിക്കാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒരു LED ബൾബിൻ്റെ ബ്ലിങ്കിൻ്റെ കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമ്മുടെ LED ബൾബിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു LED ബൾബ് ഓൺ ആവുന്നു ഓഫ് ആവണോ അതിപ്പോൾ ഇത്ര വലിയ സംഭവമാണോ എന്ന് നോക്കിക്കരുത്. കാരണം നിങ്ങൾക്കൊരു പിന്നിനെ ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്. നിങ്ങളുടെ സ്വന്തമായിട്ട് കോഡ് എഴുതി ആ കോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പിന്നിനെ ആക്സസ് ചെയ്യാൻ പറ്റി. ആ പിന്നിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പിന്നിനെ ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര സമയത്തിലാണോ ഓൺ ആവേണ്ടത്, ഏത് സമയത്താണ് ഓഫ് ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു LED ബൾബ് കത്തുന്നുണ്ട് കാണും, ഇതിപ്പോൾ ഒരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡല്ലേ എന്ന് കണ്ടാൽ ആരും നിസ്സാരാക്കി കാണരുത്. അത് അതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പിന്നിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ആ പിന്ന് നിങ്ങൾക്ക് കണക്ട്, ഇപ്പോൾ LED ബൾബ് മാറ്റിക്കാണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മോട്ടർ കൊടുത്തു, സർവോ മോട്ടർ കൊടുത്തു, ആ സർവോ മോട്ടർ ഇത്ര ആംഗിളിൽ കറങ്ങണം എന്നും ആ സർവോ മോട്ടർ ഈ സമയത്ത് ഇവിടെ എത്ര എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ ആണെങ്കിൽ ഒരു LED ബൾബ് എങ്ങനെ ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രോഗ്രാം ചെയ്താണ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച്. അപ്പോൾ എന്തായാലും അവിടെ ഇന്നത്തെ വെറൈറ്റി വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് ഒന്നുകൂടെ ഒരു എന്താ പറയുക, ഒന്നുകൂടെ ഒരു ഇതായിട്ട് ചെയ്യാമെന്നുള്ള ഇതിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും എത്രത്തോളം ചിലപ്പോൾ ഓവറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ വേണ്ടി വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.